Hi everyone. Here in this problem we'll be preparing a process account which has three process. ഒരു essay question ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലം ആണ് വരിക. നമ്മൾ ആദ്യം ചെയ്തു ഒരൊറ്റ പ്രോസസ്സ് ആയിരുന്നു, പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ 2 പ്രോസസ്സ് വരെ ചെയ്തു. ഇതിലിപ്പോൾ 3 പ്രോസസ്സ് വരുമ്പോൾ അതിനകത്ത് abnormal loss, abnormal gain, normal loss ഇതെല്ലാം കൂടി ഉള്ളതാണ് വരിക. അപ്പോൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും അത് കഴിഞ്ഞ് അബ്നോർമൽ ലോസ് അക്കൗണ്ടും അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും നോർമൽ ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നതും കൂടിയാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. അത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരുമ്പോൾ. അപ്പോൾ ഈ വീഡിയോനെ 2 ഭാഗമായിട്ടാണ്. ആദ്യത്തെ പോർഷനിൽ പ്രോസസ് അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്നതാണ് പറയുന്നുള്ളൂ. എന്നിട്ട് ഈ വീഡിയോന്റെ അതായത് രണ്ടാമത് വേറൊരു വീഡിയോയിൽ ഇതേ ക്വസ്റ്റ്യന്റെ നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ question ഇതാണ്. A product passes through 3 process A, B and C. Normal loss തന്നിട്ടുണ്ട്. Process A ക്ക് 3%. 3% എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിന്റെ 3%. Same thing for process B and process C ക്ക്. ഇൻപുട്ടിന്റെ പെർസെൻറ്റേജ് ആണ് ഇത് തന്നിരിക്കുന്നത്. Wastage of product process A was sold for ₹2 per unit. Wastage of process A എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ. ഈ നോർമൽ ലോസും അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അബ്നോർമൽ ലോസിനും വിറ്റിട്ട് കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂ is 2 per unit. That of process B is 4 per unit and for process C is 10 per unit. 10,000 units were issued to process A in the beginning of the year. 10,000 units in process A ആണ് പറയുന്നത്. Units of process A is units introduced in process A is 10,000 units. Process B യുടെയും process C യുടെയും units introduced കിട്ടുക process B ക്ക് കിട്ടുക process A പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴാണ്. process A യുടെ ഔട്ട്പുട്ട് ആണ് process B യുടെ ഇൻപുട്ടായി മാറുക. പ്രോസസ് സിയുടെ കേസിൽ പ്രോസസ് ബി പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ പ്രോസസ് ബിയുടെ ഔട്ട്പുട്ട് ആണ് പ്രോസസ് സിയുടെ ഇൻപുട്ടായി മാറുക. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻപുട്ട് മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. പ്രോസസ് എയുടെ ഇൻപുട്ട് തന്നിട്ടുണ്ട് 10,000 യൂണിറ്റ്സ്. അതിന്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് ഇറ്റ് ഇസ് ₹10 per യൂണിറ്റ്. എന്നിട്ട് അതർ എക്സ്പെൻസസ് ആ മെറ്റീരിയൽ, വേജസ്, എക്സ്പെൻസസ്, ആക്ച്വൽ ഔട്ട്പുട്ട് സാധാരണ നമ്മൾ ചെയ്യാറുള്ള ക്വസ്റ്റ്യൻ പോലെ തന്നെ. അപ്പൊ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് പ്രോസസ് എ അക്കൗണ്ട് ആണ്. അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം വർക്കിംഗ് നോട്ടിൽ ഇവിടെ അബ്നോർമൽ ലോസോ അബ്നോർമൽ ഗെയിനോ ഉണ്ടോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഫോർ ദാറ്റ് ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. ഇൻപുട്ട് ഫോർ പ്രോസസ് എ ഇസ് 10,000 യൂണിറ്റ്സ്. നോർമൽ ലോസ് ഇസ് 3%. അപ്പൊ 10,000 യൂണിറ്റ്സിന്റെ 3% എന്ന് പറയുമ്പോൾ ₹300 നോർമൽ ലോസ് വരും. അപ്പൊ 10,000 ഇൻപുട്ട്, നോർമൽ ലോസ് ഇസ് 300. 10,000 minus 300 is 9,700 units ആണ് നോർമൽ ഔട്ട്പുട്ട് വരേണ്ടത്. ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 9,500 ആണ്. അപ്പൊ നോർമൽ ഔട്ട്പുട്ട് 9,700 വരണം, പക്ഷെ നമുക്ക് കിട്ടിയത് 9,500 യൂണിറ്റ്സ് ആണ്. സോ ആസ് ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഇസ് ലെസ് ദാൻ ദ നോർമൽ ഔട്ട്പുട്ട് ദർ ഇസ് അബ്നോർമൽ ലോസ്. ഇതിവിടെ അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്തിട്ടുണ്ട്. Yes, input is 10,000 units, normal loss is 300 units, 3%, 10,000 3%, 300 units. Our normal output is 9,700. Actual output given in the question is 9,500. So as actual output is less than the normal output, you're having an abnormal loss of 200 units. അപ്പോൾ നമുക്ക് യൂണിറ്റ്സ് കിട്ടി. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. വാല്യൂ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മുഴുവൻ പ്രോസസ് എ അക്കൗണ്ടിൽ എഴുതി വെക്കാം. അപ്പൊ പ്രോസസ് എ അക്കൗണ്ടിൽ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് തന്നിട്ടുണ്ട് 10,000 യൂണിറ്റ്സ്. അത് അറ്റ് ദ റേറ്റ് ഓഫ് ₹10. അപ്പോൾ ₹1,00,000 എമൗണ്ട് വരും. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മെറ്റീരിയൽ, വേജസ് ആൻഡ് ഡയറക്ട് എക്സ്പെൻസ് നമ്മൾ എഴുതാണ്. മെറ്റീരിയൽ 6,000, വേജസ് 8,000, ഡയറക്ട് എക്സ്പെൻസ് 3,000. അപ്പൊ അത് ഡെബിറ്റ് സൈഡിൽ എഴുതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നോർമൽ ലോസ് 3% ആണെന്നറിയാം. അപ്പൊ 300 യൂണിറ്റ്സ് ആണെന്നറിയാം. നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ് 2 per യൂണിറ്റ്. അപ്പൊ ആ സ്ക്രാപ്പ് വാല്യൂ നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. 300 × 2 600. അബ്നോർമൽ ലോസ് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 200 യൂണിറ്റ്സ് ആണ് അബ്നോർമൽ ലോസ് നമുക്ക് വർക്കിംഗ് നോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിവിടെ യൂണിറ്റ് കോളത്തിൽ എഴുതി. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഫോർ അബ്നോർമൽ ലോസ്. അപ്പൊ വർക്കിംഗ് നോട്ടിലേക്ക് തിരിച്ചു വരാം. അവിടെ വാല്യൂ ഫോർ അബ്നോർമൽ ലോസ് കാണാം. വാല്യൂ ഫോർ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻടു അബ്നോർമൽ ലോസ് യൂണിറ്റ്സ്. ഈ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? പ്രോസസ് കോസ്റ്റ് മൈനസ് normal scrap value of normal loss divided by normal output. Process cost എന്ന് പറയുന്നത് 1,17,000 minus scrap value is 600 divided by normal output we have got is 9,700.
അപ്പൊ നമുക്ക് 12 rupees per unit കിട്ടും, കോസ്റ്റ് പെർ യൂണിറ്റ്. ആ 12 rupees into 200 units ആണ് വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ്. അപ്പൊ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് 2400 വന്നു. അത് നമ്മൾ ഇവിടെ എഴുതി. അപ്പൊ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് നമ്മൾ വർക്കിംഗ് നോട്ടിൽ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ 2400 ആണ് നമുക്ക് കിട്ടുക, അത് ഇവിടേക്ക് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ. ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 9500 യൂണിറ്റ്സ് ആണ്. അപ്പൊ ഞാൻ ബൈ പ്രോസസ് ബി 9500 യൂണിറ്റ്സ് നമ്മളിവിടെ നോട്ട് ചെയ്തു. ഇനി അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. അപ്പൊ 10,000 യൂണിറ്റ്സ് ഇൻപുട്ട് കോളത്തിൽ വന്നു, 1,17,000 എമൗണ്ടും വന്നു. ആ എമൗണ്ട് തന്നെ ഇവിടെ എഴുതുന്നു. ഈ കോളം ടാലി ആയി പൊക്കോളും. ഈ ബാലൻസിങ് ഫിഗർ ആണ് 1,14,000 rupees വരെ. സോ അത് എഴുതി കഴിഞ്ഞാൽ പ്രോസസ് എയിൽ നിന്ന് പ്രോസസ് ബിയിലേക്ക് പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് 9,500 യൂണിറ്റ്സ് and the total cost is 1,14,000 rupees. So cost per unit will be, either you can do like this, 1,14,000 divided by 9,500, or നമ്മൾ cost per unit already ഇവിടെ കണ്ടുവച്ചു 12 per unit കിട്ടും. സെയിം എമൗണ്ട് ആണ് വരിക, 12 per unit. അതെങ്ങനെ 12 per unit കിട്ടിയത്? പ്രോസസ് കോസ്റ്റ് 1,17,000 minus 600 is the scrap value divided by normal output ചെയ്യുമ്പോൾ 12 rupees വരും. അതോടെ എഴുതി. അപ്പൊ പ്രോസസ് എ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രോസസ് ബി അക്കൗണ്ട് വരയ്ക്കാണ്. പ്രോസസ് ബിയിലേക്ക് ഈ പ്രോസസ് എയിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് പ്രോസസ് ബിയുടെ ഇൻപുട്ട് ആയി മാറാണ്. അപ്പൊ ദ സെയിം തിങ് ഇവിടെ എഴുതിയിട്ടുള്ളത് നമ്മൾ ബൈ പ്രോസസ് ബി എന്നാണ്. അപ്പൊ നമ്മൾ എന്താ എഴുതുക? ടു പ്രോസസ് എ അക്കൗണ്ട്, ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോസസ് എ അക്കൗണ്ട്. ഇവിടെ എഴുതുക ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ടു പ്രോസസ് ബി അക്കൗണ്ട്. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ടു പ്രോസസ് ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് എ അക്കൗണ്ട് 9,500 യൂണിറ്റ്സ്, വാല്യൂ 1,14,000 rupees. ഇനി മെറ്റീരിയലിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മെറ്റീരിയലും വേജസും ഡയറക്റ്റ് എക്സ്പെൻസുകളും നമ്മൾ എഴുതാം. മെറ്റീരിയൽ 25,000, വേജസ് 15,000, എക്സ്പെൻസസ് 10,350. അപ്പൊ നമ്മൾ ആ 3 വാല്യൂ ഇവിടെ എഴുതി. ഇനി നമുക്ക് വർക്കിംഗ് നോർമൽ ലോസ് തന്നിട്ടുണ്ട് 5% ആണെന്ന്. 9,500ന്റെ 5%, അപ്പൊ 475 യൂണിറ്റ്സ് വരും. അത് നമ്മൾ യൂണിറ്റ് കോളത്തിൽ എഴുതി. ഇനി അതിന്റെ സ്ക്രാപ്പ് വാല്യൂ 4 rupees ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സ്ക്രാപ്പ് വാല്യൂ is 4 rupees. പ്രോസസ് ബിയുടെ വേസ്റ്റേജ് ഓഫ് പ്രോസസ് ബി is ₹4 per unit. അപ്പൊ സ്ക്രാപ്പ് വാല്യൂ 4 per unit ആണ്. 475ന്റെ 4 per unit. അപ്പോൾ 475 into 4 1,900 rupees നോർമൽ ലോസിന്റെ വാല്യൂ വരും. ഇനി നമ്മൾ വർക്കിംഗ് നോട്ടിലേക്ക് പോകുന്നു. നോർമൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നു. നോർമൽ ഔട്ട്പുട്ട് എന്താ വരിക? നോർമൽ ഔട്ട്പുട്ട് is equal to input. Input is 9,500 minus normal loss. Normal loss is 475. അപ്പോൾ 9,500 minus 475 ആണ് നമുക്ക് നോർമൽ ഔട്ട്പുട്ട് കിട്ടുക. ആക്ച്വൽ ഔട്ട്പുട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 9,100 ആണ്. 9,100. അപ്പൊ നമ്മളിത് കമ്പയർ ചെയ്യാണ്. ഇൻപുട്ട് is 9,500, നോർമൽ ലോസ് is 475. അപ്പൊ നോർമൽ ഔട്ട്പുട്ട് is 9,025. ആക്ച്വൽ ഔട്ട്പുട്ട് is 9,100. So as the actual output is more than the normal output, there is abnormal gain. Difference വരുന്നത് 75 units ആണ്. So as actual output is more than normal output, there is abnormal gain. അപ്പോൾ abnormal gain 75 units കിട്ടിയിട്ടുണ്ട്. ആ abnormal gain നമ്മൾ 75 units പ്രോസസ് ബി അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ, abnormal gain ആവുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് വരിക. So to abnormal gain 75 യൂണിറ്റ്സ് എഴുതി. ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു അബ്നോർമൽ ഗെയിൻ യൂണിറ്റ്സ് ആണ്. കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. ഇതിപ്പോ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ 1,14,000 പ്ലസ് 25,000 പ്ലസ് 15,000 പ്ലസ് 10,350, ഇത് 4 ആഡ് ചെയ്ത് കിട്ടിയ ടോട്ടലാണ് പ്രോസസ് കോസ്റ്റ്. അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ ആയ 1,900 ലെസ് ചെയ്യുക. അപ്പൊ അതെ 1,64,350 ആണ് ഇവിടെ വരിക. അതിൽ നിന്ന് 1,900 ലെസ് ചെയ്ത് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ട് 9,025 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 18 രൂപയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് വരിക.
ആ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് അബ്നോർമൽ ഗെയിൻ നമ്മൾ ഇവിടെ എഴുതുന്നത്. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു 75 യൂണിറ്റ്സ് ചെയ്ത 1350 റുപ്പീസ് അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂ വരും. അത് നമ്മളിവിടെ എഴുതി. നോർമൽ ലോസ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി വേറെ ഒന്നും എഴുതാനില്ല. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തു. ആ സെയിം എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എടുത്ത് എഴുതി. ഇവിടെ നമ്മൾ ബൈ പ്രോസസ് സിയിലേക്ക് പോകുന്ന ഔട്ട്പുട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 9100 യൂണിറ്റ്സ്. അത് ഇവിടെ എഴുതി. അത് എഴുതുമ്പോൾ ഡെബിറ്റ് യൂണിറ്റ് കോളം ക്രെഡിറ്റ് സൈഡിൽ ടാലി ആവും. എമൗണ്ട് കോളത്തിൽ ഈ 1,63,800 എന്നുള്ളതാണ് ബാലൻസിങ് ഫിഗർ വരിക. ഇനി ബാലൻസിങ് ഫിഗർ തന്നെ കാണണമെന്നില്ല. നിങ്ങൾക്ക് ₹18 പെർ യൂണിറ്റ് എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ 18 ഇൻറ്റു 9100 ചെയ്താലും 1,63,800 വരും, വന്നിരിക്കണം. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. ഇനി ഇപ്പൊ പ്രോസസ് ബി അക്കൗണ്ട് കഴിഞ്ഞു. അപ്പൊ ഈ പ്രോസസ് ബി അക്കൗണ്ടിൽ നമുക്ക് 9100 യൂണിറ്റ്സ് ആണ് ഔട്ട്പുട്ട് വന്നത്. അതിന്റെ വാല്യൂ 1,63,800 ആണ് വന്നത്. അറ്റ് ദ റേറ്റ് ഓഫ് ₹18 ആണ് കിട്ടിയത്. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ടു പ്രോസസ് സി അക്കൗണ്ട്. അപ്പൊ പ്രോസസ് സിയുടെ ഇൻപുട്ടായി എന്ത് മാറി? ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോസസ് ബി. ദി എമൗണ്ട് 9100 ഇവിടേക്ക് വന്നു, 1,63,800 ഇങ്ങോട്ടും വന്നു. ഇനി പ്രോസസ് സിയുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മെറ്റീരിയൽ, വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതി. നോർമൽ ലോസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോർമൽ ലോസസ് 8% എന്നാണ്. അതിന്റെ സ്ക്രാപ്പ് വാല്യൂ 10 പെർ യൂണിറ്റ് ആണ്. അപ്പൊ നമ്മൾ നോർമൽ ലോസ് 8%, അതായത് 9100ന്റെ 8%. അപ്പൊ 728 യൂണിറ്റ്സ് വന്നു. അതിന്റെ വാല്യൂ അറ്റ് ദ റേറ്റ് ഓഫ് ₹10. അപ്പൊ 7280 വന്നു. ഇനി നമ്മൾ വർക്കിംഗ് നോട്ടിലേക്ക് പോവാണ്. ആദ്യം നമ്മൾ നോർമൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നു. നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. ഇൻപുട്ട് ഇസ് 9100 മൈനസ് നോർമൽ ലോസസ് 728. ഇവിടെ വർക്കിംഗ് നോട്ടിൽ അവരത് കണ്ടിട്ടുണ്ടാവും. 9100 മൈനസ് 728. അപ്പൊ നമുക്ക് നോർമൽ ഔട്ട്പുട്ട് കിട്ടി 8372. പക്ഷെ നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് 7200 ആണ്. അപ്പൊ എന്താണ്? ആസ് ആക്ച്വൽ ഔട്ട്പുട്ട് ഇസ് ലെസ് ദാൻ ദ നോർമൽ ഔട്ട്പുട്ട്, ദർ ഇസ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് എത്ര യൂണിറ്റ്സ് ആ? 172 യൂണിറ്റ്സ് അബ്നോർമൽ ലോസ് ആണ് കിട്ടിയത്. ഈ അബ്നോർമൽ ലോസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പ്രോസസ് സി അക്കൗണ്ടിന്റെ അവിടെ എഴുതുന്നു. ബൈ അബ്നോർമൽ ലോസ് 172 യൂണിറ്റ്സ്. നമ്മൾ ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചാൽ ഒരേ സമയത്ത് രണ്ട് പണിയും കഴിയും. കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണണ്ടേ? പ്രോസസ് കോസ്റ്റ്. പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഈ വാല്യൂ അല്ലെ? അതായത് ഇതെല്ലാം കൂടി കൂട്ടിയത് 2,24,952 മൈനസ് സ്ക്രാപ്പ് വാല്യൂ 7,280 ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ 8,372. അപ്പൊ നമുക്ക് 26 റുപ്പീസ് പെർ യൂണിറ്റ് കിട്ടി. സോ അബ്നോർമൽ ലോസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 172 യൂണിറ്റ്സിന് 26 റുപ്പീസ് പെർ യൂണിറ്റ് ആണ് വാല്യൂ. അപ്പൊ വാല്യൂ 4,472 വരും. കഴിഞ്ഞു. ഇനി നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ഈ ടോട്ടൽ എടുത്ത് ഇവിടേക്ക് എഴുതാം. ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 8200, അതും എഴുതി. അപ്പൊ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ ഈ 9100 നമുക്ക് ഇവിടെ വരും. എമൗണ്ട് കോളത്തില് നിങ്ങൾക്ക് ഒന്നെങ്കിൽ 8200 ഇൻറ്റു 26 ചെയ്താൽ ഈ എമൗണ്ട് എഴുതാൻ പറ്റും. എന്നിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ എമൗണ്ട് അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് പ്രാവശ്യം അങ്ങനെ എഴുതി നോക്കാം. 8200 ഇൻറ്റു 26 ചെയ്താൽ 2,13,200 വരും. ഇനി ഇത് മൂന്നും കൂടി കൂട്ടിയാൽ ഈ ടോട്ടൽ 2,24,952 വരണം. വന്നാൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ഇത്രയാണ് പ്രോസസ് അക്കൗണ്ട്. ഇനി നമ്മുടെ ആൻസർ കഴിഞ്ഞിട്ടില്ല. പ്രോസസ് അക്കൗണ്ട് 3 പ്രോസസ് അക്കൗണ്ട് ആണ് നമ്മൾ വരച്ചു കഴിഞ്ഞത്. ഇനി ക്വസ്റ്റ്യനിൽ അവർ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്? പ്രോസസ് അക്കൗണ്ട് മാത്രം വരയ്ക്കാനല്ല ക്വസ്റ്റ്യൻ. പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്സ് ആൻഡ് ഗെയിൻ ഓർ ലോസ് അക്കൗണ്ട്സ്. ലോസ് ആൻഡ് ഗെയിൻ അക്കൗണ്ട്സും വരയ്ക്കണം എന്ന് പറഞ്ഞാൽ നോർമൽ ലോസ് അക്കൗണ്ട്, അബ്നോർമൽ ലോസ് അക്കൗണ്ട്, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും കൂടി വരയ്ക്കണം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ സെയിം ക്വസ്റ്റ്യന്റെ ഈ നോർമൽ ലോസും അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും വരയ്ക്കുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത്. ഒറ്റ വീഡിയോയിൽ ഞാൻ എല്ലാം കൂടി കാണാൻ വെച്ചിട്ടാണ്. സോ പ്രോസസ് അക്കൗണ്ട് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഇത് കാണാം. അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.